ലാൽജോസിന്റെ പടത്തിൽ വീണ്ടും വേറെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് പറയാനുള്ളത്? ടൈറ്റില് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. പുള്ളിപ്പുലികൾ എന്ന് പറയുന്നത് 3 ചേട്ടന്മാരാണ്. ആട്ടുംകുട്ടിയാണ് ഞാൻ. പുള്ളിപ്പുലികളായ തല്ലിപ്പൊളികളായ 3 ചേട്ടന്മാർ. ഇവർ നാട്ടിൽ കാണിച്ച് കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഈ തല്ലുകൊള്ളുന്ന ആ നാട്ടുകാർ തിരിച്ചു തല്ലുന്ന തന്നെയാണ്. ആട്ടിൻകുട്ടിയാണ്. ഒരു സൈസൊക്കെ വെച്ച് ഇവനിട്ട് കൊടുത്താലും തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളൊരു ധൈര്യം നാട്ടുകാർക്കുള്ളതുകൊണ്ട് ഈ ചേട്ടന്മാർ കാരണം സഹിയിട്ട് ഈ പറയുന്ന പോലെ നെട്ടോട്ടം ഓടുന്നൊരു പാവത്താനാണ് ഈ ചക്കഗോപൻ അല്ലെങ്കിൽ ആടുഗോപൻ. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടന്മാരെ നന്നാക്കുക എന്നുള്ളതാണ്. ചേട്ടന്മാർക്ക് ഏത് രീതിയിൽ ചേട്ടന്മാരെ കൊടുക്കാൻ പറ്റും, തളയ്ക്കാൻ പറ്റും, അതിനെപ്പറ്റി പുള്ളി വളരെ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ലക്ഷ്യത്തിലെത്തുന്നു. പക്ഷെ പിന്നീട് ഇവന് ഒരു ആവശ്യം വരുമ്പോൾ ഇവന്മാർ നന്നായി. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ട് പറഞ്ഞു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻ. അങ്ങനെ ഭയങ്കര ട്വിസ്റ്റ് ഒന്നല്ല, കാരണം ഒരു സാധാരണ കഥയാണ്, ഒരു കുഞ്ഞി കഥയാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ കുട്ടനാടിന്റെ ആൾക്കാരെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട എന്ന് പറയായിരുന്നു ഇൻഡയറക്ട്ലി. അങ്ങനെയല്ല, ഈ പറഞ്ഞ വളരെ ചെറിയ കഥയാണ്. സിമ്പിൾ ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതിൽ കുട്ടനാടിന്റെ ബാക്ക്ഡ്രോപ്പിൽ ലാൽജോസ് എസ് കുമാർ ആദ്യമായിട്ടാണ് ഫുൾ ലെങ്ത് പടം ചെയ്യുന്നത്. അപ്പം അതിനെ കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചേട്ടന്മാരുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് 3 പേർക്കും അവരവരുടേതായ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഒരു ലവ് ലൈഫുണ്ട്, അവരുടെ പ്രവർത്തികളുടെ വളരെ രസകരമായിട്ടുള്ള സിറ്റുവേഷൻസും ഇൻസിഡൻസും ഉണ്ട്. നമ്മളെ നാട്ടിൻപുറത്ത് കാണുന്ന സാധാരണക്കാരായ തല്ലിപ്പൊളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കും. ഇർഷാദ്, പിന്നെ ഷിജു, ജോജു, ഇവർ 3 പേരുമാണ് ചേട്ടന്മാരായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ എന്തിനും ഏതിനും മാമച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന സുരാജിൻ്റെ ക്യാരക്ടർ. എന്ത് വേണേലും പുള്ളിയോട് ചെയ്യുക, പുള്ളി അത് റെഡിയാക്കി തരും. എന്ത് കാര്യം, അതുകൊണ്ടാണ് എന്തിനും ഏതിനും മാമച്ചൻ എന്ന് പറയുന്നൊരു ഒരു ചെറിയൊരു കടമുറി തന്നെ പുള്ളി നടത്തുന്നുണ്ട്. ജോലിക്ക് ആളെ വേണോ, അല്ലെങ്കിൽ വിസ റെഡി ആവണോ, പറയുന്ന ഒരു ഡാൻസർ, എനിക്ക് ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് സംഘടിപ്പിച്ച് തരും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി ഓൾ ഇൻ ഓളാണ് ആ നാട്ടിൽ. സുരാജിൻ്റെ എനിക്ക് തോന്നുന്നു കുറേ ഇടക്കാലത്തിന് ശേഷമുള്ള വളരെ സട്ടിലായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള ഹ്യൂമർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഷെഫ് സുശീലൻ എന്ന് പറയുന്നത് എൻ്റെ ഹൗസ് ബോട്ടിലെ ഷെഫായിട്ടുള്ളൊരു ക്യാരക്ടർ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അശോകേട്ടൻ്റെ കൂടെ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയിൽ ശേഷമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വമാധവന് ശേഷം ലാലുവിൻ്റെ അച്ഛനൊടങ്ങാത്ത വീട്ടിലൊരു ചെറിയ റോളിന് ശേഷം ത്രൂ ഔട്ട് റോള് അശോകേട്ടൻ ചെയ്യുന്നത് ഇതിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അശോകേട്ടനുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രേക്ഷകർക്കും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് നാട്ടിൻപുറത്ത് കാണാവുന്ന ഒരുപാട് ഈ പറയുന്ന വട്ടപ്പേരുകളുള്ള കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ഒരു സാധാരണ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഇതെല്ലാം പെട്ടെന്ന് ആ ഒരു സ്റ്റോറി ലൈൻ പിടികിട്ടും, അവരുടെ ഒരു ലൈഫിനെ ടോട്ടലി കാണിക്കുന്നതാണ്. സോ അതെല്ലാം ഇനി സക്സസ് ആകട്ടെ. ഇനി ഇതിനു മുമ്പ് ചെയ്തൊരു പടമില്ലായിരുന്നു ഗോഡ് ഫോർ സെയിൽ, അതിലൊരു പക്ഷേ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളായിരുന്നു, ഒരു സന്യാസിയുടെ ഒരു വേഷമൊക്കെ ആയിട്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു, ആ റോളുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളായിരുന്നു. കാരണം അത് ഒരുപാട് തലങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പല പല കാര്യങ്ങൾ കൊണ്ട് ഇടയ്ക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടിയൊക്കെ വരുന്നു. പക്ഷെ അതെല്ലാം ഒരു പരിധി വരെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സ്വാമിയുടെ ഒരു പോർഷനിൽ മാത്രമാണ് ഞാൻ എക്സ്ട്രാ ഒരു വിഗ് ഉപയോഗിച്ചിട്ടുള്ളത്, ബാക്കിയെല്ലാം വിത്തൗട്ട് മേക്കപ്പ് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ആ ഒരു സ്പേസിങ്, ടൈം സ്പേസിങ് ശരിക്കും ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ മിനിമം അപ്പിയറൻസിൽ വരുത്താനുള്ള രീതിയിലുള്ള ഹെൽപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ വിശ്വാസങ്ങൾ, അയാളുടെ ജീവിതയാത്രയിൽ ഓരോ കാലഘട്ടങ്ങളിൽ അയാളുടെ വിശ്വാസങ്ങൾ മാറി മറിയുന്നത് അതെങ്ങനെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അത് എല്ലാവരും ചിലപ്പോൾ പാസ് ചെയ്യുന്ന ഒരു ഫേസാണ്. അപ്പോൾ അത് വളരെ ജെന്യുവനായിട്ട് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ പറയുന്ന പോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ഇമോട്ട് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസും വളരെ സറ്റയറായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ സറ്റയറായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അതിൽ. ഒരു ലൈഫിലെ ഒരു 4 ആംഗിൾസ് തന്നെ, ഒരു 4 ഡയമെൻഷൻസ് തന്നെ അതിൽ കൂടെ അവർ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡൻ്റ് ആണ്, ഒരു ലോയറായിട്ട് വരുന്നത്, ഒരു ലോ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്,
പല പല പ്രസ്ഥാനങ്ങളിൽ പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു മാറുന്ന ആ ഒരു ടൈമിലെ കംപ്ലീറ്റ് ഫേസസ്, ഒരു റിയാലിറ്റി, ഒരു മാൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്ന ആ കംപ്ലീറ്റ് റിയാലിറ്റി അവർ ഒരു ചിത്രത്തിൽ കൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളായിരുന്നു. സോ ഇത്രയെല്ലാം പടങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു ആത്മവിശ്വാസം കാണത്തില്ല, എൻ്റെ സ്ഥാനം ഇതാണ് മലയാളം ഇൻഡസ്ട്രിയിൽ. സോ താങ്കൾ എങ്ങനെ താങ്കളുടെ സ്ഥാനം ഒരു ഇൻ്റർഫിയർ ചെയ്ത് പറയാൻ പറ്റുന്നത്? ഇല്ല, എല്ലാ ജെനുവിനായിട്ടുള്ള ആക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള സ്പേസ് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് എല്ലാ അർത്ഥത്തിലും. ഇപ്പം പണ്ടിപ്പോൾ ഒരു ചോക്ലേറ്റ് ബോയ് അല്ലെങ്കിൽ ഒരു കോളേജ് ബോയ് എന്നുള്ള ലെവലിലായിരുന്ന ആൾക്കാർ എന്നെ സ്പേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കുറച്ചുകൂടെ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന, സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് എന്നെ കണക്കാക്കുന്നു. വലിയ വിജയങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നു. നല്ല സിനിമകളിലൂടെ പ്രേക്ഷകരെ കുറച്ചുകൂടെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിനായിട്ട് മെയിൻ സ്ട്രീം ഒരു ശാഖയിൽ ഞാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സിനിമയ്ക്ക് എന്നെയല്ല, എനിക്ക് സിനിമയാണ് ആവശ്യം. അതുകൊണ്ട് മനഃപൂർവ്വം ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എന്തായാലും ഐ പുട്ട് ഓൺ മൈ 100% എഫേർട്ട്. ഓക്കെ, ഇപ്പോൾ ഈ അവാർഡുകൾ ഒരു കലാകാരൻ്റെ അവരുടെ ഈ ഒരു പ്രചോദനം കൂട്ടും, എന്തായാലും ഒരു വലിയൊരു അംഗീകാരമാണ് ഏതൊരു കലാകാരനും. സോ എങ്ങനെയാണ് താങ്കൾ അത് എടുത്തിരിക്കുന്നത്? അവാർഡുകൾ എല്ലാവർക്കും എന്നും ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം തന്നെയാണ്, ഒരു ആഡഡ് കാറ്റലിസ്റ്റാണ്. പലരും പറയാറുണ്ട് അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അവാർഡ്. അതും ഏറ്റവും വലിയ അവാർഡ് തന്നെയാണ്. പക്ഷേ ജനങ്ങൾ അംഗീകരിക്കുന്ന അവാർഡുകൾ വേറെ പല സെഗ്മെൻറ്റുകളിലും ചിലപ്പോൾ ഒരു നല്ല അവാർഡ് കിട്ടാനായിട്ടുള്ള സാധ്യത കുറയ്ക്കുമായിരിക്കും. അത് എല്ലാ രീതിയിലും അവാർഡ് കിട്ടണം, എല്ലാവർക്കും കിട്ടട്ടെ, നമുക്കൊരു സമയം വരും. തീർച്ചയായിട്ടും ഒരു സമയം വരും. പക്ഷേ ചിലർ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, ശരി എനിക്കൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തോടെ ഞാൻ ഈ ഫിലിം കരിയർ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എനിക്ക് അവാർഡ് ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഫിലിം കരിയർ അവസാനിപ്പിക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവരെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, സിനിമയുടെ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു താഴ്ച വരുമ്പോൾ അത് ഓവർകം ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരാളുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് പേർ അങ്ങനെ ഒരു തിരിച്ചുവരവുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഈവൻ ലേറ്റസ്റ്റ് ആണെങ്കിൽ ഫഹദ് ആണെങ്കിൽ പോലും പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന് മുൻനിരയിൽ നിൽക്കുന്ന ആക്ടേഴ്സാണ്. അപ്പം അവരെല്ലാ രീതിയിലും അവാർഡുകൾ നേടിയിട്ടുണ്ട്, ആൾക്കാരുടെ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്, പ്രേക്ഷകരുടെ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അവരെ തങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ടാവണം. അത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ജീവിതത്തിൽ, സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് വിജയം എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. സിന്ധുരാജ് സാറിന്റെ സ്ക്രിപ്റ്റാണ് ഇതിൽ വീണ്ടും നമുക്ക് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചാക്കോച്ചന് പറ്റുന്നത്. സോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്, സ്ക്രിപ്റ്റിന്റെ കാര്യം? സിന്ധുരാജിനോടൊപ്പം ഇത് 3ാമത്തെ സിനിമയാണ് എൻ്റെ, ലാലുവിൻ്റെ കൂടെയുള്ള എൻ്റെ ആദ്യത്തെ പടം. എൽസമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലാണ് സിന്ധു ഇതിൻ്റെ ടൈറ്റിൽ പറയുന്നത്, പുള്ളിപ്പുലികളും ആൺകുട്ടിയും. അപ്പോൾ ടൈറ്റിൽ പറഞ്ഞ് ആൾക്കാരുടെ ഡേറ്റ് മേടിക്കാൻ പിടിക്കാനാണ് സിന്ധു. കാരണം വളരെ രസകരമായിട്ടുള്ള ടൈറ്റിലായിട്ട് ഫീൽ ചെയ്തൊരു ഫൺ എലമെൻ്റ് അതിൽ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടി. അത് കുട്ടനാടിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് പിന്നീടാണ് അത് പ്ലേസ് ചെയ്യുന്നത്. കാരണം ലാലു ഇതുവരെ കുട്ടനാടിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ചെയ്തിട്ടില്ല. അപ്പോൾ അത് കുട്ടനാട്ടുകാരായ ഞങ്ങൾക്ക്, ഞാനും സിന്ധുവും കുട്ടനാട്ടുകാരാണ് ബേസിക്കലി, അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. അതിനുശേഷം കഥ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 3 ചേട്ടന്മാർ, തല്ലിപ്പുള്ളി ചേട്ടന്മാർ, അവർ കാരണം ബുദ്ധിമുട്ടുന്ന ഒരു പാവം അനിയൻ, ആ ഒരു ത്രെഡിൽ മാത്രമാണ് ഒരു സ്റ്റോറി ഡെവലപ്പ് ആയത്. പിന്നീട് ഇപ്പോഴത്തെ കുട്ടനാടിലേക്ക് മാറ്റുന്നു, ഹൗസ് ബോട്ടുകൾ, ടൂറിസ്റ്റുകൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, അതെല്ലാം പിന്നീട് ബ്ലെൻഡ് ചെയ്തതാണ് ഇതിൻ്റെ കൂടെ. അപ്പം സിന്ധുവിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പല നാടൻ സംഭവങ്ങൾ വളരെ നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സിന്ധുരാജ്. അപ്പോൾ അത് അതേപോലെ പകർത്താനായിട്ട് എഴുത്തിലൂടെ പകർന്ന് അത് നമ്മൾ ആ ലൊക്കേഷനിൽ വരുമ്പോൾ അതങ്ങനെ തന്നെയാണ് എന്ന് നമുക്കൊരു ഫീല് ജനിപ്പിക്കാനായിട്ടൊരു കഴിവ് സിന്ധുണ്ട്. അതിൻ്റെ കൂടെ ലാലുവിൻ്റെ ഒരു മാജിക്കും കൂടെ ആകുമ്പോൾ
തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു അക്സെപ്റ്റൻസ്, ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു നാടൻ കഥാപാത്രങ്ങളുടെ ഒരു സുഖം നമുക്ക് കിട്ടും. പിന്നീട് ഈ പറയുന്ന സ്പോട്ടിലുള്ള ഇംപ്രവൈസേഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പോട്ടിൽ വന്ന് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും അത് ഒന്ന് റീവർക്ക് ചെയ്യാനായിട്ടൊക്കെ ഫുൾ ടൈം സിന്ധു കൂടെ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ആ നാട്ടുകാരനായതുകൊണ്ടും കൂടി അതൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. വീണ്ടും ഓരോ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിൽ പോലും ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ആ ഒരു ഇൻവോൾവ്മെൻറ്റും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും എല്ലാവർക്കും എഴുത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും 67 ദിവസങ്ങൾ ഏതാണ്ട് ഷൂട്ട് ചെയ്തു. 50-55 ദിവസമാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മഴ കാരണം അതൊരു ഇതായി. പക്ഷെ പടവും അത്രയും ഒരു വലിപ്പമുള്ളൊരു സിനിമ തന്നെ ആയിരുന്നു. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ആഡ് ഓൺ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ പടത്തിന്റെ ബെറ്റർമെന്റ്. ടോട്ടൽ ഡ്യൂറേഷൻ ഇനി നമുക്ക് പ്രിവ്യൂവിൽ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, ഇറ്റ്സ് 2.5 hours ഫിലിം. അപ്പോൾ അത് പിന്നെ ഒരുപാട് നല്ല ഗാനങ്ങൾ, നാടൻ ശീലുകളുള്ള വരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിൽ വേറൊരു കവി അതിൻ്റെ പുറകിലുണ്ട്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, പിന്നീട് ഞാൻ പറയാം. പിന്നെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സിന്ധുവിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ നമുക്ക് ഈ പറയുന്ന പോലെ വളരെ ജെന്യുവനായിട്ടുള്ള റിയൽ ലൈഫിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കുട്ടനാടിൻ്റെ ബാക്ക്ഡ്രോപ്പിലാകുമ്പോൾ പ്രത്യേകിച്ചും അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ഈ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പോൾ എസ്പെഷ്യലി ലാൽ ജോസ് സാറിൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സിന്ധുരാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വർക്ക് ചെയ്ത കലാകാരന്മാരോട് വീണ്ടും ഒരു ചാൻസ് കിട്ടും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യത്തില്ല. എൻ്റെ പ്ലസ്സുകളും മൈനസുകളും എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംവിധാനമാണ് ലാലു. ഇത്ര മതി അല്ലെങ്കിൽ അത്രയും വേണ്ട, കുറച്ചും കൂടെ വേണം എന്ന് വളരെ ഓപ്പണായിട്ട് പറയുകയും അത് അതേ സ്പിരിറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. സിന്ധുവും അങ്ങനെ തന്നെ. അപ്പം ഒരു സാധനം എഴുതി ചേർക്കുമ്പോൾ അത് ഇന്നത് വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി അതനുസരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനും സിന്ധുവിന് പറ്റുന്നുണ്ട്. അത് അവർ തമ്മിൽ നല്ലൊരു റാപ്പ് ഉള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ലാലുവായിട്ടുള്ളൊരു റിലേഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനും ആ ഒരു കംഫർട്ടബിലിറ്റി, ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ചിത്രത്തിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മളിപ്പോൾ പങ്കുവെച്ചു. അതോടൊപ്പം തന്നെ കുറച്ച് ക്യൂരിയസ്നെസ്സും കുറച്ചൊരു ഇൻക്വിസിറ്റീവ്നെസ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. അതെല്ലാം പടം കണ്ടു കഴിയുമ്പോൾ പറയണമെന്നാണ് ചാക്കോച്ചൻ്റെ അഭിപ്രായം. സോ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഈ നല്ലൊരു ദിവസം പിന്നാലെ മൂവി റിലീസാകുകയാണ്, ബിഗ് തിയേറ്റേഴ്സിൽ വരികയാണ്. എന്താണ് ഈ നല്ലൊരു ദിവസമായിട്ട് നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ പടത്തിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ചിങ് മുതൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും ഫീഡ്ബാക്സുമാണ് പുള്ളിപ്പുലികൾക്കും ആട്ടിൻകുട്ടിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് തിയേറ്ററിക്കൽ ടീസർ എന്ന് പറയുന്നൊരു ആനിമേറ്റഡ് സംഭവമായിരുന്നു, ഒരു കാർട്ടൂൺ സംഭവമാണ്. അത് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടി. അതിനുശേഷം ഇതിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ വന്നപ്പോൾ അത് ഒരു പുതുമയായിരുന്നു ആൾക്കാർക്ക്, വളരെ രസകരമായിട്ടുള്ള ഒരു ടീസർ. അതിനുശേഷം സിനിമ പാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനും നല്ലൊരു വ്യൂവർഷിപ്പും അക്സെപ്റ്റൻസും കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ട് ഓരോ പടത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ പബ്ലിക്കിന് നമ്മൾ കാണിക്കുമ്പോൾ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിബിൾ കിട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പെരുന്നാളിന് ഇറങ്ങുന്ന സിനിമകളിൽ ഒരു പക്ക കമേഴ്ഷ്യൽ പാക്കേജുള്ളൊരു സിനിമ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയായിരിക്കും പ്രത്യേകിച്ചും. കാരണം കാണാത്ത ഒരു കമേഴ്ഷ്യൽ ഫാക്ടർ എലമെൻറ്റ് ഈ സിനിമയ്ക്കുണ്ട്. ഒരുപാട് നല്ല ഗാനങ്ങൾ, വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു 75% ഹ്യൂമറിൽ തന്നെ പറഞ്ഞു പോകുന്ന ഒരു കഥ. നല്ല ഗാനങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു മോഡേൺ കുട്ടനാടും നമ്മൾ കാണിക്കുന്നു. അപ്പോൾ എല്ലാ ചേരുവകളും ചേർന്ന പെരുന്നാളിന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പെരുന്നാൾ ബിരിയാണി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പുള്ളിപ്പുലികളെ ആട്ടിൻകുട്ടിയെ കാണാം. അത് തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ചെന്ന് ആസ്വദിക്കുക. ഇത് തിയേറ്ററുകളിൽ ചെന്ന് വിജയിപ്പിക്കുക വഴി ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനമായിരിക്കും പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. ചാക്കോച്ചൻ പറഞ്ഞ പോലെ ഇത് വലിയൊരു സമ്മാനത്തെ നിങ്ങൾക്കാവട്ടെ. ഇത്രയെല്ലാം എഫേർട്ട് എടുത്ത് മഴയത്തൊക്കെ ഷൂട്ട് ചെയ്ത് നല്ലൊരു ലാലുയുടെ മാജിക് എന്താണെന്ന് ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ മാജിക് നമ്മൾക്ക് എന്തായാലും കണ്ടറിയാം. സോ ഏതായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് മൂവി സക്സസ്. ഇനിയും മുന്നോട്ട് ബിഗ് സ്ക്രീൻസിൽ ഓഫ്കോഴ്സ് കാണും. വീണ്ടും ഞാൻ പറഞ്ഞ ഒരു ടാഗ് ലൈൻ മറക്കണ്ട, ചാക്കോച്ചനും ബിജു മേനോന്റെ ഒരു ടാഗ് ലൈൻ. വീണ്ടും നമ്മൾ പ്രേക്ഷകരൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പേരാണ് നിങ്ങൾ. സോ വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഫിലിം ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചാക്കോച്ച. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റംസാൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പെരുന്നാൾ
സമ്മാനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.